നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര സാധാരണ ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്താനുള്ള VD സതീശൻ സർക്കാരിന്റെ തീരുമാനം തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ ഇന്ദിരാ ഗ്യാരണ്ടി വാഗ്ദാനത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് പോകുന്നതിന്റെ വ്യക്തമായ തെളിവാണെന്നാണ് ഇപ്പോൾ നേമം MLAയും BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഈ ഒരു പദ്ധതിയെ വിമർശിച്ചും അതിനനുകൂലിച്ചും നിരവധി ആളുകൾ വരുന്നുണ്ട്. പക്ഷേ ഒന്ന് ഓർക്കുക, സാധാരണക്കാരായിട്ടുള്ള ദിവസവും ചെറിയൊരു കൂലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന അമ്മമാരെ സംബന്ധിച്ചും സ്ത്രീകളെ സംബന്ധിച്ചും കോളേജിൽ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ തന്നെ ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക കെൽപ്പനുസരിച്ചിട്ടാണ് അവിടെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നതും അത് അവിടെ നടപ്പിലാക്കുന്നതും. ഇനി ഭാവിയിൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത അത് വർദ്ധിക്കും തോറും ഒരു പക്ഷേ ഇത് വിപുലീകരിക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ള UDF സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതിയെ ഇരു കൈ നീട്ടി തന്നെയാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ സംശയമില്ല. എന്നിരുന്നാലും ചില കുത്തിത്തിരിപ്പുകൾ പലയിടങ്ങളിലും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കുകയാണ് ചെയ്തത്. വോട്ട് നേടാൻ വേണ്ടി എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്ത കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ വാഗ്ദാനത്തിൽ വെള്ളം ചേർത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കുക എന്നത് കോൺഗ്രസ് സർക്കാരുകളുടെ ഒരു സ്ഥിരം ശൈലിയായി മാറിയിരിക്കുകയാണ്. കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും കാണിച്ച അതേ വഞ്ചന തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിലും ആവർത്തിക്കുന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള സ്ത്രീ ശാക്തീകരണ ജനക്ഷേമ പദ്ധതികളെ ശക്തമായി പിന്തുണയ്ക്കുന്നയാളാണ് ഞാൻ. എന്നാൽ വ്യക്തമായ ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ താൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം പങ്കുവച്ചിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. വഞ്ചനയിൽ കെട്ടിപ്പടുത്തൊരു പദ്ധതി എനിക്ക് അംഗീകരിക്കാനാകില്ല. സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിയുടെ നേമത്തെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി എന്നെ ക്ഷണിച്ചതിന് KSRTC പാപ്പനംകോട് ഡിപ്പോയ്ക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള സ്ത്രീ ശാക്തീകരണ ജനക്ഷേമ പദ്ധതികളെ ശക്തമായി പിന്തുണയ്ക്കുന്നയാളാണ് ഞാൻ. എന്നാൽ വ്യക്തമായ ചില നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. KSRTC സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര സാധാരണ ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്താനുള്ള VD സതീശൻ സർക്കാരിന്റെ തീരുമാനം തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ ഇന്ദിരാ ഗ്യാരണ്ടി വാഗ്ദാനത്തിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നോട്ട് പോകുന്നതിന്റെ ശക്തമായ തെളിവാണ്. വോട്ട് നേടാൻ വേണ്ടി എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്ത കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ വാഗ്ദാനത്തിൽ വെള്ളം ചേർത്തിരിക്കുകയാണ്. സമാനമായ വാഗ്ദാനം നൽകിയ ബംഗാളിലെ BJP സർക്കാർ എല്ലാ സർക്കാർ ബസ്സുകളിലും അത് കൃത്യമായി നടപ്പിലാക്കി കാണിച്ച് ജനങ്ങളോടുള്ള പ്രതിബദ്ധത തെളിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കുക എന്നത് കോൺഗ്രസ് സർക്കാരുകളുടെ ഒരു സ്ഥിരം ശൈലിയായി മാറിയിരിക്കുകയാണ്. കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും കാണിച്ച അതേ വഞ്ചന തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിലും ആവർത്തിക്കുന്നത്. വോട്ടിനായി വാഗ്ദാനങ്ങൾ നൽകുകയും ജയിച്ച ശേഷം ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ കോൺഗ്രസിനും CPMനും ഒരേ നിലപാടാണ്. അവർ രണ്ടല്ല ഒന്നാണ്. ഈ തട്ടിപ്പ് കേരളത്തിൽ ഇനിയും ഇതുപോലെ ആവർത്തിക്കാൻ ഞാനോ BJP NDA മുന്നണിയോ അനുവദിക്കില്ല. ജനങ്ങൾക്ക് നൽകിയ ഓരോ വാഗ്ദാനവും പാലിക്കപ്പെടുന്നത് വരെ നിയമസഭയ്ക്കുള്ളിലും പുറത്തും സർക്കാരിനെതിരെ ഞങ്ങൾ ശക്തമായി നിലകൊള്ളും. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലുടനീളം BJP NDA പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് എന്നാണ് പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടും ഇതിനെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു മുന്നറിയിപ്പാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇവിടെ വ്യത്യസ്തനാവുകയാണ് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി. KSRTC ബസ്സിലെ സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയെ പിന്തുണച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ സംസാരിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയത് നന്നായെന്നും വിജയം ആശംസിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ നല്ല പദ്ധതിയാണ്. ഈ പദ്ധതി രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ഇതിനകം നടപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കെൽപ്പനുസരിച്ചാണ് അത് ചെയ്യുന്നത്. സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതോടെ കൂടി ഇതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു.
ഇന്നത്തെ കാലത്ത് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ പുറത്തിറങ്ങുന്നു. അവർക്കിത് വലിയ സഹായകമാകും. ദീർഘകാലം തുടരാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ട്രാൻസ്പോർട്ടിനേക്കാൾ ധനകാര്യത്തിൽ വിരുദ്ധമുള്ളയാളാണ് CP ജോൺ. മുഖ്യമന്ത്രിയും CP ജോണും ചേർന്ന് ഇതിനെ നല്ല വഴിക്ക് ചേർന്ന് ഇതിനെ കൊണ്ടുവരാനുള്ള കരുത്തുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇന്ന് രാവിലെ 9 മണിയോടെ സൗജന്യ യാത്രയുടെ ഡബിൾ ബെൽ അടിച്ചപ്പോൾ അവരുടെ മനസ്സിൽ പുതിയ സ്വപ്നങ്ങൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാകും. എന്നാൽ ഇതിൽ സർക്കാർ സംവിധാനം കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് സമൂഹത്തിൽ കുറച്ചുകൂടി ബ്ലെസ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ കാശ് കൊടുത്ത് പോയിക്കോളാം എന്ന് സധൈര്യം പറയാൻ പറ്റുന്നവർ മാറി നിന്നാൽ ഇത് വലിയ വിജയമാകും. ഞാനൊരു സ്ത്രീ, എനിക്ക് സമ്പാദ്യമുണ്ട്, ഞാൻ മറ്റൊരു നിർധനയായ അല്ലെങ്കിൽ ഇതിന് വക്കില്ലാത്ത ഒരു സ്ത്രീയുടെ അവകാശം പിടിച്ചു പറിക്കില്ലെന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷ യാത്രക്കാർ തീരുമാനിച്ചാൽ ഇത് വളരെ മനോഹരമാകും. മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാർക്കും നൽകാനുള്ള തിരിച്ചുള്ള ട്രിബ്യൂട്ടായിരിക്കും ആ ചിന്താഗതി വളരുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. അതേസമയം മലയാളികളെ കൂട്ടത്തോടെ പറ്റിക്കുന്ന പരിപാടിയാണെന്നാണ് BJP ഇപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സുരേഷ് ഗോപി അവിടെ വ്യത്യസ്തനായിട്ട് ഈ പദ്ധതിയെ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും അദ്ദേഹം ഇതിനെ എല്ലാ തരത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് സംസാരിച്ചിരിക്കുന്നത്.